നമസ്കാരം. ഫോക്കസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് അഫ്സൽ. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ MLA രംഗത്ത്. ഇഴഞ്ഞു നീങ്ങി വയനാട്ടിലെ പുനരധിവാസം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഇനിയും 254 കുടുംബങ്ങൾ. ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണം 1 വർഷം തികയുന്നു. SKSSF ദേശീയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സൂപ്പർ ലീഗ് കേരള MFCയുടെ ആദ്യ ഹോം മാച്ച് ഇന്ന്. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 2019 സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടിയെടുക്കാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം SITക്ക് കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ട് വിശദമായി പഠിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കണമെന്നാണ് ഉത്തരവ്. റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നും ജസ്റ്റിസ് M ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് സിത എന്നിവർ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടതെന്നും വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം വിശദമായി പഠിക്കേണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറാൻ നിർദ്ദേശിച്ചത്. പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ MLA രംഗത്ത്. പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ MLA രംഗത്ത്. പോലീസിലെ സർക്കാർ വിരുദ്ധ നിലപാട് പുറത്തു കാട്ടാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. MR അജിത് കുമാർ കുപ്രസിദ്ധ കുറ്റവാളിയാണെന്നും അജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവിടുമെന്നും ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി P ശശി ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇഴഞ്ഞു നീങ്ങി വയനാട്ടിലെ പുനരധിവാസം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഇനിയും 254 കുടുംബങ്ങൾ. ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ ക്യാമ്പിൽ നിന്നും സ്വന്തം നിലയിൽ മാറി താമസിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നതായി പരാതി. 219 കുടുംബം ഇപ്പോഴും ക്യാമ്പിൽ തികയുന്നതാണെന്നും 83 കുടുംബങ്ങൾ താമസിക്കാനായി സർക്കാർ കേസുകളിൽ ഇതുവരെ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇന്നുകൊണ്ട് മുഴുവൻ ക്യാമ്പും പിരിച്ചുവിട്ട് വാടക വീടുകളിലേക്ക് ദുരിതബാധിതരെ മാറുമെന്നായിരുന്നു സർക്കാരുടെ പ്രഖ്യാപനം. എന്നാൽ സർക്കാർ ക്വാർട്ടേഴ്സുകൾ സമയബന്ധിതമായി തയ്യാറായില്ല. 219 കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിലാണ് ഉള്ളത്. ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം തുടങ്ങേണ്ടതിനാൽ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സ്വന്തം നിലയിൽ വാടക വീടെടുത്ത് മാറാൻ നിർബന്ധിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ. റിപ്പോർട്ടർ ത്വലഹ കാസർകോട് ഒപ്പം ചേരാം. ഹലോ ത്വലഹ, കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട്. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? എങ്ങനെയാണ് ദുരിതബാധിതർ നിലനിന്ന് പോകുന്നത്? പുനരധിവാസം മുന്നോട്ട് നീങ്ങുന്നില്ല എന്നാണല്ലോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇപ്പോൾ അവിടെ ദുരിതബാധിതരുടെ അവസ്ഥ? വയനാട്ടിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ സർക്കാരിൻ്റെ അവഗണനയാണ് നമ്മുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പിലെ നമ്മുടെ പ്രതിനിധിയായ ഷിഹാലുമായി ബന്ധപ്പെടാം. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ ഷിഹാൽ അവതരിപ്പിക്കുന്നതാണ്. സർക്കാർ പറഞ്ഞാൽ നമ്മളൊന്ന് പരിഗണിക്കുന്നത് പോലും ഇവിടുത്തെ ജനങ്ങളെ അവരുടെ മുഖഭാവത്തിൽ തന്നെ അവരുടെ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ ഒരു സർക്കാരിന്റെ അവഗണന കൃത്യമായിട്ട് നമുക്ക് നേരിടാൻ പറ്റുന്നുണ്ട്. സർക്കാർ പല ഫണ്ടുകൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്തിൽ നിന്ന് ഫണ്ടുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ പല ജനങ്ങളോടും അവർ കാണിക്കുന്ന ഒരു അവഗണന വളരെ വിഷമകരമാണ്. നമ്മൾ വലിയ കുറ്റവാളികളൊന്നും അല്ലല്ലോ. എല്ലാവരെ പോലും നമ്മളൊന്ന് ദുരിതത്തിൽ പെട്ടു. അതിന് സർക്കാർ നമുക്ക് നേരെ കണ്ണടക്കുക വളരെയധികം വിഷമാണുള്ളത്. സർക്കാരിന്റെ ആദ്യത്തിൽ ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഈഗോ കാണിച്ചിരുന്നു. അതെന്തുകൊണ്ട് പുനരധിവാസത്തിൽ സർക്കാർ കാണിക്കുന്നില്ല? സർക്കാർ നമുക്കെതിരെ കണ്ണെടുക്കാന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഉദ്യോഗസ്ഥരൊക്കെ വീട് മാറാൻ നിർബന്ധിക്കുകയാണ്. ഓക്കെ ഷിഹാൽ, നമുക്ക് കാഴ്ചവെച്ച് കണ്ടിരിക്കുന്ന ഈ ഒരു ദുരിതാവസ്ഥ എന്താണെന്ന് ഷിഹാൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണം 1 വർഷം തികയുന്നു. 11 മാസം പിന്നിട്ട ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. ഇതിനകം ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 41,939 ആയി. പരുക്കേറ്റവർ 94,616 ആയി. മരിച്ചവരിൽ പകുതിയിലേറെ പിഞ്ചോമന കുഞ്ഞുങ്ങളാണെന്ന് റിപ്പോർട്ടർ വ്യക്തമാക്കി. ഗാസയിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ ബാധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച 9 ദിന പോളിയോ വാക്സിനേഷൻ 2ാം ഘട്ടം പൂർത്തിയായി. 64,000 കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് നൽകാനുള്ള യജ്ഞത്തിൽ
പകുതിയോളം നൽകാനായെന്നും ഫലസ്തീൻ റിപ്പോർട്ടർ വ്യക്തമാക്കി. ചെറിയ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക് സ്വാഗതം. SKSSF ദേശീയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സെപ്റ്റംബർ 28, 29 തീയതികളിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന SKSSF ദേശീയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇൻക്ലൂസ് ഇന്ത്യ എന്ന പ്രമേയത്തിൽ 2 ദിവസമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം പ്രതിനിധികൾ സംബന്ധിക്കും. സംഘടനയുടെ ആദ്യ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങൾ സമ്മേളനത്തിൽ പദ്ധതി തയ്യാറാക്കും. ഇതിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പൈലറ്റ് പ്രൊജക്ടുകളുടെ റിപ്പോർട്ടുകൾ സമ്മേളനത്തിൽ അവലോകനം ചെയ്യും. തുടർന്ന് അടുത്ത 2 വർഷത്തെ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുമെന്നും SKSSF ദേശീയ സെക്രട്ടറി അസ്ലം ഫൈസി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കായിക വാർത്തകൾ. സൂപ്പർ ലീഗ് കേരള കിക്ക് ഓഫ് ഇന്ന്. കേരളത്തിൽ ഫുട്ബോൾ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കരുതുന്ന സൂപ്പർ ലീഗ് കേരളക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഫോയ്സ് കൊച്ചി FC-യും മലപ്പുറം FC-യുമാണ് മുഖാമുഖം നേരിടുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. പോർച്ചുഗലിന്റെ മാരിയോ ലെമോസ് കൊച്ചി ടീമിനെ പരിശീലിപ്പിക്കുമ്പോൾ ഇംഗ്ലണ്ടുകാരനായ ജോൺ ഗ്രീക്കറിയാണ് മലപ്പുറം FC-യുടെ ആശാൻ. മലപ്പുറം FC-യുടെ ആദ്യ ഹോം മാച്ച് മത്സരമാണ് ഇന്ന്. ആരാധകർ വലിയ പ്രതീക്ഷ അർപ്പിച്ചാണ് മത്സരം കാണാൻ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ MLA രംഗത്ത്. എഞ്ഞു നീങ്ങി വയനാട്ടിലെ പുനരധിവാസം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഇനിയും 254 കുടുംബങ്ങൾ. ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണം 1 വർഷം തികയുന്നു. SKSSF ദേശീയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സൂപ്പർ ലീഗ് കേരള MFC-യുടെ ആദ്യ ഹോം മാച്ച് ഇന്ന്. വാർത്തകൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.